ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്ന് നമ്മളുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ നമ്മൾ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യമേ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എപ്പോഴാണ് ഒരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ട എമൗണ്ട് വേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് എപ്പോഴാണ് നമുക്ക് റെഡി ആയിരിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അതായത് നമ്മൾ എപ്പോഴാണ് റിട്ടയർഡ് ആകാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ 30 വർഷം കഴിഞ്ഞിട്ടായിരിക്കും റിട്ടയർഡ് ആകുന്നത്, ഏകദേശം ഒരു 60 വയസ്സിൽ എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരും അവരുടെ റിട്ടയർമെന്റിനുള്ള ആ കാലഘട്ടം എപ്പോഴാണ് നമുക്ക് ആ എമൗണ്ട് ആവശ്യമുള്ളത് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് വരാൻ പോകുന്ന ഹെൽത്ത് കോസ്റ്റിനെ കുറിച്ച് ഒരു അത്യാവശ്യം അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നാൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് മറ്റ് ഇൻകം ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സാധാരണ ആ ഒരു ഓൾഡ് ഏജിൽ വരാൻ പോകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എന്തൊക്കെയായിരിക്കും, അങ്ങനെയുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു പ്ലാൻ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്തിനു വേണ്ടി? നമുക്ക് അതുവരെയുള്ള നമ്മുടെ ഡെപ്ത് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് നമുക്കുണ്ടാവുന്ന കടങ്ങൾ, ഇപ്പോൾ EMI അടയ്ക്കുണ്ടാവും, ഹൗസിംഗ് ലോൺ ഉണ്ടാവാം, കാറിൻ്റെ അല്ലെങ്കിൽ മറ്റ് വെഹിക്കിളിൻ്റെ ലോൺ ഉണ്ടാവാം, മറ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചിലപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് പല ലോണുകളുണ്ടാവാം, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഡെപ്റ്റുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വയ്ക്കണം. എന്നാലാണ് നമുക്ക് റിട്ടയർമെന്റ് ലൈഫിൽ മറ്റ് ആശങ്കകളൊന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് നമുക്ക് മണി ആവശ്യമായി വരുന്നത് എന്ന് നമ്മൾ കണക്ക് കൂട്ടുക. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഹെൽത്ത് കോസ്റ്റ് എന്തൊക്കെയായിരിക്കും എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാൻ വേണ്ട കൃത്യമായ പ്ലാൻ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ വലിയ ആശങ്കയൊന്നും കൂടാതെ, വലിയ ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.